രാവിലെ വടക്കുന്നാഥ ക്ഷേത്രം കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. അപ്പോൾ ക്ഷേത്ര മൈതാനത്തെത്തിയപ്പോൾ കണ്ടത് നവകേരളത്തിൻ്റെ ആ ഒരു ടെൻ്റാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ മൈതാനത്തിലാണ്. ഇവിടെ ഇപ്പോൾ നവകേരളത്തിൻ്റെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ജില്ലയിലും ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഞാനിപ്പോൾ എറണാകുളത്ത് ഇത് കണ്ടായിരുന്നു. ഇപ്പോൾ കേരള സർക്കാർ കോടികൾ മുടക്കിയിട്ട് ഭരണം ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണാം, പിണറായി വിജയൻ്റെ ഒരു മുകളിൽ കാണാൻ പറ്റും. സോ ഇത് കണ്ടിട്ട് വേണം ജനങ്ങൾക്ക് മനസ്സിലാവാൻ ഇദ്ദേഹം ഭരിച്ചിട്ട് കുറേ സംഭവം കാണിച്ചു തന്നു. അല്ലാണ്ട് ഭരിച്ചിട്ട് കാണിച്ചാണെന്ന് ഡൗട്ടുണ്ട്. കാരണം ഇങ്ങനെ കാണിക്കേണ്ട ഒരു ഗതികേട് വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്നിലാവട്ടെ, ഞാനിന്ന് ഇവിടെ എത്തിക്കുന്നത് ഈ പൂരപ്പറമ്പ്. ഇപ്പോൾ പൂരം കഴിഞ്ഞേ ഉള്ളൂ. ആക്ച്വലി ഇത് പൂരപ്പറമ്പെന്ന് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും തെക്കിൻകാട് മൈതാനമായിരുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശമാണ് തെക്കിൻകാട് മൈതാനം. അതിന് ചുറ്റുമുള്ളതാണ് സ്വരാജ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള ഒരു പ്രദർശനം പോണ സ്ഥലമാണ്. സോ ഈ വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമൻ സ്ഥാപിച്ചു എന്നാണ് പറഞ്ഞത്. 108 ക്ഷേത്രങ്ങൾ കേരളം സ്ഥാപിച്ചതിൽ ആദ്യം സ്ഥാപിച്ചത് ഈ ക്ഷേത്രമാണെന്നാണ് പറയണത്. പരശുരാമൻ എന്നുള്ള ഒരു ഐതിഹ്യമാണ്. ആ കഥാപാത്രം മഴ പറഞ്ഞിട്ടാണ് കേരളം ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഇത് ഐതിഹ്യ കഥയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ശിവനെ പോയി കണ്ട്, കൈലാസി പോയി ശിവനെ പോയി കണ്ടിട്ട് ഇവിടെ ഒന്ന് കുടിയിരിക്കാൻ പറഞ്ഞു ഫാമിലിയായിട്ട്. അപ്പോൾ ശിവനും ഫാമിലിയും കൂടെ ഇവിടെ വന്നിട്ട് ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലെത്തിയപ്പോൾ കുടിയിരുന്നാണ് പറഞ്ഞത്. ആൽമരത്തിൻ്റെ ചോട്ടിലൊരു ശിവലിംഗം ഉണ്ടായിരുന്നു. ആ ശിവലിംഗം അവിടെ സ്ഥാപിക്കപ്പെട്ടു. പിന്നെ കുറച്ച് കാലം മുമ്പ്, അല്ലെങ്കിൽ ഒരു 200-300 വർഷം മുമ്പോ കൂടുതലാണ്, കറക്റ്റായിട്ട് അറിയില്ല. ആ സമയത്ത് ഈ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ രാജാവ് തീരുമാനിച്ചു. കൊച്ചി രാജാവെന്ന് തോന്നുന്നു. അപ്പോൾ തീരുമാനിച്ചപ്പോൾ ഇത് ശിവലിംഗം എടുക്കാൻ നേരത്ത് ഈ ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ വീഴുന്നോർത്ത് പേടിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു തന്ത്രി അല്ലെങ്കിൽ നമ്പൂരിപ്പാട് അതിൻ്റെ മുകളിൽ കമന്ന് കിടന്നു. എന്നിട്ട് അപ്പോൾ അങ്ങനെ കമന്ന് കിടന്നപ്പോൾ ഒരു ഒറ്റ ശിഖരം പോലും അങ്ങോട്ടേക്ക് വീണില്ല. ശിവലിംഗത്തിൽ രക്ഷിച്ചു. പിന്നെ അവർ മാറ്റി സ്ഥാപിച്ചതാണ് പറഞ്ഞത്. അങ്ങനെ മാറ്റി സ്ഥാപിച്ച സ്ഥലമാണ് ഇപ്പോഴത്തെ ഈ വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ക്ഷേത്രം. ഇതിൽ വടക്ക് ഭാഗത്താണ് ശിവൻ ഇരിക്കുന്നത്. ശിവക്ഷേത്രം തന്നെയാണ്. ഇവിടെ വിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും സുബ്രഹ്മണ്യം പാർവതിയുടെയൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും പിന്നെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇതിന് 4 ഗോപുരങ്ങളുണ്ട്. ഇത് പഴയ കേരള ആർക്കിടെക്ചറിനെ പണിതാണ്. ഇത് വന്നത് കുറേ വർഷങ്ങൾക്ക് വന്ന് പറയുന്നത്. പക്ഷേ ഇത് ശരിയായിട്ട് ചെയ്തത് നമ്മുടെ പെരുന്തച്ഛനാണെന്നാണ് പറയണത്. പെരുന്തച്ഛൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1000 ചില്ലരം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ആ കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ടിപ്പു സുൽത്താൻ്റെ ഒക്കെ ഒരു പടപ്പറപ്പുണ്ടായി. ആ സമയത്ത് ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങൾ കുറേ ആക്രമിച്ച് നശിപ്പിച്ചെങ്കിലും ഈ ക്ഷേത്രത്തെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ എത്തി പുള്ളി തമ്പടിച്ചപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള കുറേ പാത്രങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ കൊടുത്തു. അപ്പോൾ ടിപ്പു സുൽത്താൻ തിരിച്ച് ഒരു സമ്മാനം നിലയ്ക്ക് ഒരു ഓട്ടുകളൊക്കെ കൊടുത്തു എന്നാണ് പറയണത്. അത് ടിപ്പു സുൽത്താൻ്റെ കഥ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ശക്തൻ തമ്പുരാൻ വരുന്നത്. ശക്തൻ തമ്പുരാൻ ഈ ആദ്യം പുള്ളി ജനിച്ചത് തൃപ്പൂണിത്തുറയാണെങ്കിലും തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇത് തൃശ്ശൂർ തലസ്ഥാനാക്കി മാറ്റിയപ്പോൾ ഈ വടക്കുന്നാഥ ക്ഷേത്രമുള്ളവരാണ് പുള്ളിയുടെ വരാൻ ഒരു കാര്യം എന്ന് പറഞ്ഞത്. കാരണം ഈ ക്ഷേത്രമായിട്ട് ഇദ്ദേഹത്തിന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു പോലും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ശക്തൻ തമ്പുരാൻ്റെ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹം മരിച്ച ഇവിടെ തന്നെയാണ്. ശക്തൻ തമ്പുരാൻ മരിച്ച ഇവിടെ തന്നെയാണ്. അപ്പോൾ പിന്നെ ആദിശങ്കരനെ സൂചിപ്പിക്കുന്ന വേറൊരു കാരണമുണ്ട്. ആദിശങ്കരാചാര്യരുടെ അപ്പനും അമ്മയും ഇവിടെ വന്ന് 40 ദിവസം കണ്ട് വ്രതം ഇരുന്നിട്ട് ഉണ്ടായതാണ്, ശിവനെ സൂചിച്ചിട്ടുണ്ടായതാണ് ആദിശങ്കരൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശിവൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അല്പായുസായ ഒരു മകനെ മതിയോ അതോ കുറേ കാലം ജീവിക്കുന്ന ഒരു മണ്ടനെ മതിയോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അല്പായുസായ പണ്ഡിതനായ ഒരു മകനെ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ആദിശങ്കരൻ ഉണ്ടായതെന്നാണ് പറഞ്ഞത്. പിന്നെ ആദിശങ്കരൻ ഇവിടെ വന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ആദിശങ്കരൻ മരിച്ചതും ഇവിടെ വന്നിട്ടാണ് മരിച്ചതെന്നാണ്, ഇവിടെ ഇരുന്നിട്ടാണ് മരിച്ചതെന്നാണ് ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു ശിവക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇവിടെ ശിവൻ പ്രധാനമായിട്ടും കുടികൊള്ളുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മീൻസ് ഒരു വിശ്വാസം. 4 ഗോപുരങ്ങളുണ്ട്. പിന്നെ ഉള്ളിലും വേറൊരു ഏറ്റവും ഉള്ളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ പ്രതിഷ്ഠ ശരിക്കും നെയ്യിൽ മുങ്ങി കിടക്കുന്ന ഒരു പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ഫുള്ള് നെയ്യിൽ മുങ്ങി കിടക്കുകയാണ്. അതിന് ദുർഗന്ധമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ പ്രധാന ഒരു ഉത്സവങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രി, ശിവൻ്റെ അമ്പലമായിരുന്നു. ശിവരാത്രിയുടെ ശരിക്കും പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ്. പിന്നെ തിരുവാതിര ഉത്സവമുണ്ട്. പിന്നെ ആനയൂട്ടെന്ന് പറഞ്ഞ സംഭവം, തൃശ്ശൂർക്കാരുടെ മാത്രമായിട്ടൊരു ആനയൂട്ടെന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തൃശ്ശൂരിൻ്റെ മാത്രമായിട്ടുള്ള സാംസ്കാരികമായ തലങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മാത്രമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പെടും. പിന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ ക്ഷേത്രം അടച്ചു കിടക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഉച്ചയ്ക്ക് 1:15 ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു ഗോപുരമാണ്. എൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കടത്തിവിടാൻ വിടുമെന്ന് എനിക്കറിയില്ല. എനിവേ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഒരു 20 ഏക്കറോളം സ്ഥലമുണ്ടെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. ഇത് ശരിക്കും തൃശ്ശൂർ ഇതില്ലെങ്കിൽ പിന്നെ തൃശ്ശൂരില്ല. അതായത് ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവിടുത്തെ സാംസ്കാരികമായ കാര്യങ്ങളെല്ലാം വളർന്നു വന്നത്. ഇപ്പോഴും ഈ വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു തൃശ്ശൂരിൻ്റെ അവിഭാജ്യമായ ഘടകമാണ്.
സോ ഇവിടുത്തെ എല്ലാവർക്കും ഇവിടെ വന്ന് അല്ലാണ്ട് ഈ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടെ അല്ലാതെ പോകാനും പറ്റില്ല. കാരണം സ്വരാജ് കൊണ്ട് ചുറ്റിക്കൊണ്ട് വേണമല്ലോ നമുക്ക് എല്ലാവർക്കും വേറെ പാലക്കാട്ടേക്കും എല്ലായിടത്തേക്കും പോകാൻ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു കണ്ടില്ലേ, നമുക്കൊരു 3 നില അല്ലെങ്കിൽ G+2 എന്ന ലെവലിലാണ് ഇതിൻ്റെ ഒരു കേരള ആകൃതി സ്റ്റൈലിൽ തന്നെയാണ് പണിതേക്കുന്നത്. സോ ഇത് പെരുന്തച്ചൻ പണിതാണെങ്കിലും ആര് പണിതാണെങ്കിലും ഇത് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു നിർമ്മിതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് ക്ഷേത്രമോ കൊട്ടാരോ ആരെങ്കിലും ആവട്ടെ. പക്ഷേ ഇത് പഴമയിൽ പണ്ട് കാലത്ത് ഇവിടെ എന്തൊക്കെ നടന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇവിടെ പണി കഴിപ്പിച്ചത്, എങ്ങനെയായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു, ആർക്കിടെക്ചർ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള പഴയ അമ്പലങ്ങൾ കാണുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇവിടെ ആലുണ്ട്, അല്ലെങ്കിൽ ബനിയൻ ട്രീ എന്ന് പറയുന്ന ആൽമരം ഉണ്ട് എല്ലായിടത്തും. ഇതിൽ ഏതെങ്കിലും ഒരു ആൽമരത്തിന് ചുവട്ടിലായിരിക്കണം ഇവിടുത്തെ ആ പഴയ ശിവപ്രതിഷ്ഠ. പണ്ടോ സ്വയംഭൂ എന്നാണ് പറഞ്ഞത്, സ്വയംഭൂ എന്നായിരിക്കില്ല, പ്രാക്ടിക്കലി ആരെങ്കിലുമൊക്കെ വച്ചായിരിക്കാം. പക്ഷേ നമുക്ക് കഥ വെറുതെ വിശ്വസിക്കാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനത്തെ ഒരു ആൽമരത്തിൽ നിന്ന് മാറ്റി സ്ഥാപിച്ചതാണ് ഇതെല്ലാം. സോ അന്നത്തെ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ അന്നത്തെ രാജാക്കന്മാരും ജനങ്ങളും എല്ലാം ശിവഭക്തരായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഉത്രാളിക്കാവ് ഇങ്ങനെ കുറേ വടക്കാഞ്ചേരി പോകുമ്പോൾ കുറേ കാണാമല്ലോ. ഇതെല്ലാം ശിവൻ്റെ അമ്പലങ്ങളാണ്. അല്ലെങ്കിൽ ശിവനാണ് ഏറ്റവും പ്രിയപ്പെട്ട ദൈവം തോന്നുന്നു. ശിവൻ കഴിഞ്ഞാൽ പിന്നെ ഭദ്രകാളി ഇങ്ങനെയുള്ള ദൈവങ്ങളെ കഴിഞ്ഞിട്ടാണ് വിഷ്ണു ഭഗവാന്റെ പോലും സാന്നിധ്യം വരുന്നുള്ളൂ. അതായത് കൃഷ്ണൻ അങ്ങനെയുള്ളവരൊക്കെ സാന്നിധ്യം വന്നില്ല. ഈവൻ ഈ പരശുരാമൻ സ്ഥാപിച്ച് ഈ ക്ഷേത്രം സ്ഥാപിച്ച പരശുരാമൻ എന്ന് പറയുമെങ്കിൽ ആ പരശുരാമൻ പോലും വിഷ്ണുവിൻ്റെ ഒരു അവതാരം എന്നാണ് പറയപ്പെടുന്നത്. എനിവേ ഇതെല്ലാം ബ്രാഹ്മണ്യം കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് ആശ്രിതം ചെയ്ത ഒരു കഥ മാത്രമായിരിക്കണം എന്നല്ല ആണ്. എന്നുവെച്ചാൽ ബ്രാഹ്മണർ എന്നുള്ള ഒരു പറ്റം ആളുകളെ മാത്രം വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയ്ക്ക് ഇന്നൊരു ദൈവത്തെ ഉണ്ടാക്കുന്നു. നമുക്ക് കഥ അറിയാമല്ലോ. അപ്പോൾ അവരെന്നും ഒരു പണിയും ചെയ്യാണ്ട് കുറച്ച് മന്ത്രം ചൊല്ലി ആദ്യത്തെ വില്ലാണ്ടിരിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്ന ഇഷ്ടംപോലെ ആൽമരങ്ങളുണ്ട്. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ളതെന്നൊക്കെ പറയാൻ പറ്റില്ല. ആൽമരങ്ങളുടെ വർഷങ്ങൾ കുറേ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആൽമരങ്ങളൊക്കെ ഉണ്ടാവാം. അത് നമുക്ക് ഇതിപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഈ ആൽമരം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ വേരുകൾ ഒരെണ്ണം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. സോ ഇവിടെ ഇപ്പോൾ നല്ല നട്ടുച്ചയ്ക്ക് പോലും ആൽമരത്തിൻ്റെ അടിയിൽ നല്ല കാറ്റും തണുത്ത കാറ്റും ഒരു തണലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പൂരം കഴിഞ്ഞാറിനായിരിക്കാം ഇവിടെ ഒരു പന്തലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ പാറമേക്കാവ് ഭഗവതി ശരിക്കും ഇതിൻ്റെ ഉള്ളിലായിരുന്നു പണ്ട് സ്ഥിതി. പിന്നെ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചെന്ന് പറഞ്ഞത് പാറമേക്കാവ് ഭഗവതി അമ്പലം ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചാണ്, പ്രതിഷ്ഠ പിന്നെ മാറ്റി സ്ഥാപിച്ചതാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഉത്സവം വരുന്ന സമയത്ത് പാറമേക്കാവിൽ നിന്ന് ഇവിടെ നിന്ന് അത് തൃശ്ശൂർ പൂരത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരും. അങ്ങനെ ഇവിടുത്തെ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്. എനിവേ ഇതൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു സംഭവങ്ങളാണ്. ഇവിടുത്തെ കേരളീയരെല്ലാവരും ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് അറിയണം. നമ്മുടെ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ചെന്നൊക്കെ അല്ലെങ്കിൽ പണിത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ഒരുക്കുന്ന ഒരു സ്ട്രക്ചറിൽ ഏറ്റവും വലിയൊരു സംഭവത്തിൽ ഒന്നാണ് ഈ വടക്കുംനാഥ ക്ഷേത്രം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട ഒരു സൈറ്റ് കൂടിയാണ് ഈ വടക്കുംനാഥ ക്ഷേത്രം. ഇതിപ്പോൾ G+2 എന്ന നിലയിലാണ് ഇത് പണിതേക്കണേ. ഇത് ഒരു ഗോപുരവാതിലാണ്. ഇതുപോലെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അങ്ങനെ 4 ഗോപുരവാതിൽ ഇതിന് മൊത്തത്തിലുണ്ട്. നമുക്ക് കുറച്ച് അടുത്ത് കാണാം ഇതിനെ. ഇത് വിളക്കുമരമാണ് ഏറ്റവും മുമ്പിൽ കാണുന്നത്. ഈ വിളക്കുമരം ശരിക്കും നമ്മുടെ പള്ളികളുടെ മുമ്പിലും ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ചുമരുകളുള്ള ഡെക്കറേഷനൊക്കെയാണ് നല്ല രസം. അവർ ശരിക്കും പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ചുമരിലും കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ട് കണ്ടില്ലേ. അവിടെ ആ സൺഷെയ്ഡ് വരുന്ന ആ സ്ഥലത്ത് താങ്ങി നിർത്തുന്ന ഒരു താങ്ങും പിന്നെ ഇതിൻ്റെ അടിവശവും എല്ലാം ഫുള്ള് തടിയാണ്. ഇതിവിടെ ആനയൊക്കെ കയറാൻ പാകത്തിന് ഹൈറ്റിലാണ് വച്ചിരിക്കുന്നത്. ഇപ്പോൾ കയറ്റുന്ന സമയമല്ല, ഒരു വൈകുന്നേരം ആവും ഉള്ളിലേക്ക് ആളെ പ്രവേശിക്കാൻ. അതിന് പ്രത്യേക സമയം ഒക്കെ ഉണ്ട്. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് മാത്രമേ ആളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇതിൽ 4 ഗോപുരങ്ങളിൽ ഈ പടിഞ്ഞാറും കിഴക്കും മാത്രമേ തുറക്കുകയുള്ളൂ. വടക്കും തെക്കും ഒരിക്കലും തുറക്കില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആചാരം. അപ്പോൾ ഈ വടക്കുംനാഥൻ ഇരിക്കുന്ന സ്ഥലത്ത് ആ ഗോപുരം തുറക്കില്ല. പിന്നെ അങ്ങേര് നോക്കണ സ്ഥലം, അതായത് തെക്കോട്ടേക്ക് നോക്കുക, അപ്പോൾ ആ സ്ഥലവും തുറക്കില്ല. അപ്പോൾ പടിഞ്ഞാറും കിഴക്കും തുറക്കും. അതിൽ കൂടെ പബ്ലിക്കിന് കയറാം. അതിപ്പോൾ എന്നും എനിക്കിന്ന് തോന്നുന്നു 5 മണി കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ പ്രവേശനമുള്ളൂ. രാവിലെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കിയില്ല. ഇനിവല്ല ഇപ്പോൾ കയറാൻ പറ്റില്ല. ഞാൻ കയറാൻ ഓർത്ത് വന്നാണ്, ഞാനത് നോക്കിയില്ലാത്ത കാരണം ഇപ്പോൾ കയറാൻ പറ്റില്ല. പക്ഷേ എനിവേ ഈ വടക്കുംനാഥ ക്ഷേത്രവും പരിസരമൊക്കെ വന്ന് നമുക്ക് ഈ വടക്കുംനാഥനെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ പുണ്യമകമാക്കി മാറ്റാൻ നമുക്ക് യോഗമുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയാണ്. എനിവേ ഈ സ്ട്രക്ചറൊക്കെ കാണുന്ന രസമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടുത്തെ തൃശ്ശൂർ പ്രത്യേകിച്ച് വടക്കുംനാഥ ക്ഷേത്രം, പിന്നെ മ്യൂസിയം ഉണ്ട്. നമ്മുടെ ശക്തമ്പുരാൻ്റെ കൊട്ടാരം ഒരു മ്യൂസിയം കൂടിയാണ്. പിന്നെ നമുക്ക് സൂ ഉണ്ട്, മൃഗങ്ങളെയും കാണാം, മനുഷ്യരെയും കാണാം. എന്നിട്ട് തിരിച്ച് ആലോചിക്ക് പോവുകയും ചെയ്യാം. ദർശന സമയം 4 തൊട്ട് 11 വരെ, അതായത് രാവിലെ 4 മണി തൊട്ട് ഉച്ചയ്ക്ക് 11 മണി വരെ, പിന്നെ വൈകുന്നേരം 5 മണി തൊട്ട്
രാത്രി 8:20 വരെയാണ് ഇവിടുത്തെ ദർശന സമയം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാണിയെ പോലും ഇവർ കടത്തിവിടില്ല. തൽക്കാലം പുറത്തുനിന്നുള്ള ഗോപുരത്തിൻ്റെ ദർശനം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ചുറ്റാൻ തീരുമാനിച്ചു ഗ്രൗണ്ട് മുഴുവനും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ആൽമരങ്ങൾ ഇങ്ങനെ തറ വെച്ച് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം മൂലസ്ഥാനമാണ്, ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. അവിടെ നിന്ന് ഇരിക്കാൻ പാടില്ല നിയമമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ആകാശം കാണാൻ നല്ല രസമുണ്ട്. ഈ ആലിൻ്റെ ഉള്ളിൽ കൂടെ ആകാശം കാണുമ്പോൾ പ്രത്യേക രസമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചുറ്റാൻ തീരുമാനിച്ചതിൻ്റെ ഇതൊരു മൂലസ്ഥാനമാണ്. ഇവിടെ ആയിരുന്നു ആദ്യത്തെ ശിവലിംഗം പ്രതിഷ്ഠപ്പെട്ടെന്നാണ് പറഞ്ഞത്. അതാണ് ആ ആൽമരത്തിനെ ഒരു മഞ്ഞ സാധനമൊക്കെ വെച്ചിട്ടിരിക്കുന്നത്, തുണിയൊക്കെ വെച്ചിട്ടിരിക്കുന്നത്. ഇതൊരു പ്രത്യേകമുള്ള സാധനമാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ആൽമരത്തിൻ്റെ അടുത്തായിരുന്നു ആദ്യത്തെ ശിവലിംഗം സ്വയം പ്രതിഷ്ഠപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ ഒരു വലിയ പ്രഭ കണ്ടു. അപ്പോൾ ആ പ്രഭയിലേക്ക് ശിവഭഗവാൻ സ്വയം ആവാഹിച്ചു മാറി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി വേദ കഥയാണ്. അപ്പോൾ ഇതൊരു മൂലസ്ഥാനമാക്കിയിട്ട് ഇവിടെ നിന്നാണ് കൊച്ചി മഹാരാജാവ് ആ ഒറിജിനൽ ശിവലിംഗത്തെ മാറ്റി ഉള്ളിലേക്ക് സ്ഥാപിച്ചത്. അതിനതുകൊണ്ട് ഇത് മൂലസ്ഥാനം എന്ന് പറയുന്നു. ഇതിൻ്റെ ആ തൊട്ടടുത്തൊന്നും ആർക്കും ഇരിക്കാൻ ഇവർ അനുവദിക്കുന്നില്ല എന്നുള്ളത് വേറൊരു സത്യം. പിന്നെ ഈ കേരള ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ മതിൽക്കെട്ട് നമ്മുടെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെയാണ്. അത് പണ്ട് കാലത്ത് ചെയ്ത മതിൽക്കെട്ടാണ്. അത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഏതാണ്ട് ഇതേപോലത്തെ മതിൽക്കെട്ട് തന്നെയാണ് ശക്തമ്പുരാൻ്റെ ആ കൊട്ടാരത്തിന് ചുറ്റുമുള്ളത്. അന്നത്തെ കാലത്തെ ഒരു നിർമ്മിതിയാണത്. കല്ല് വെച്ചിട്ടാണ് തോന്നുന്നത് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാരണം തന്നെ എത്ര കൊല്ലം വേണമെങ്കിലും അവിടെ ഇരുന്നോളും. പിന്നെ നമുക്കിതിന് ചുറ്റും നടന്ന് കാണാൻ മനോഹരമായ സ്ഥലങ്ങളാണ്. ഇത് തേക്കിൻകാട് മൈതാനമായിരുന്നല്ലോ. പണ്ട് ഇത് തേക്കിൻകാടായിരുന്നു മുഴുവനും. ശക്തമ്പുരാൻ അത് പൊളിച്ചു കളഞ്ഞാണ്. വേറൊന്നുമല്ല, ആ ശക്തമ്പുരാൻ്റെ സമയത്ത് തേക്കിൻകാടിൽ കുറേ കൊള്ളക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ കൊള്ളക്കാർ അവിടെ ശല്യക്കാരായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ കൊള്ളക്കാരെ തുരുത്താൻ വേണ്ടി തേങ്കാട് മൈതാനം മുഴുവൻ വെട്ടാൻ വേണ്ടി അദ്ദേഹം കൽപ്പിച്ചു. അങ്ങനെ തേങ്കാട് മൈതാനം വെട്ടി. അപ്പോൾ ഇവിടുത്തെ വെളിച്ചപ്പാട് വന്ന് ദേവിയോ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞപ്പോൾ വെളിച്ചപ്പാടിൻ്റെ തലയും വെട്ടിയെന്നാണ് പറഞ്ഞിട്ട്. എനിവേ അദ്ദേഹം അത്ര ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം കാരണമാണ് ഇപ്പോൾ തേങ്കാട് മൈതാനം ഇവിടെ ഇല്ലാണ്ടായത്. തേങ്കാട് മാറി ഇപ്പോൾ ആൾക്കാർക്ക് കയറി നടക്കാൻ പാകത്തിനുള്ള സ്ഥലമാക്കി മാറ്റി. അപ്പോൾ അതൊക്കെ ജനോപകാരപ്രദമായ ഒരു കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ കുറേ കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവും ഈ ഗ്രൗണ്ടിൽ. തൃശ്ശൂരിൻ്റെ പല കാര്യങ്ങളും സാംസ്കാരികമായ പരിപാടികളൊക്കെ നടക്കുന്നത് ഈ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു നെഹ്റു പാർക്കുണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. ഞാനിവിടെ തൃശ്ശൂർ വന്നിട്ട് നെഹ്റു പാർക്കിനെ പറ്റി ഞാൻ കണ്ടായില്ല. കാരണം നമ്മൾ റൗണ്ട് ചുറ്റുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷേ ഇപ്പോൾ ആ നെഹ്റു പാർക്ക് ഇപ്പോൾ കുറച്ച് പുതുക്കിയെന്ന് തോന്നുന്നു. കുറച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. എൻട്രൻസ് നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ കയറിയാൽ അവർ നന്നായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഈ പാർക്കിൽ കയറാണ്ട് പോരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഫ്രീ പാസ്സാണ്. ഫ്രീ ആയിട്ട് പോയിരുന്നിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ഇരുന്ന് നല്ലൊരു വാല്യുബിൾ ടൈം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തൃശ്ശൂർ നഗരമധ്യത്തിൽ തന്നെ. അപ്പോൾ ഈവൻ പിച്ചി ഡാമിൻ്റെ ഒരു പാർക്ക് എനിക്കിഷ്ടമാണ്. ഈ ഒരു പാർക്കും അതേപോലെ തന്നെ മനോഹരമാണെന്നാണ് പറയാൻ. വെള്ളച്ചാട്ടങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ അവർക്കൊരു സമയമുണ്ട്. എല്ലാ സമയത്തൊന്നും വെള്ളമില്ല. കാരണം വെള്ളം അമൂല്യവസ്ഥയാണ്. പിന്നെ വൈദ്യുതിയൊക്കെ പാഴാക്കാൻ പറ്റില്ലല്ലോ. ചിൽഡ്രൻസിന് വേണ്ടി കളിക്കാൻ വേണ്ടി ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അങ്ങനെ തൃശ്ശൂർ എന്ന ആ ഒരു നഗരം അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പാർക്കുണ്ട്. നല്ലൊരു മൈതാനമുണ്ട്. അവിടെ നല്ലൊരു ക്ഷേത്രമുണ്ട്. പിന്നെ പുതുപ്പള്ളി എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ഒരു പള്ളിയുണ്ട്. പിന്നെ ജ്വല്ലറി ഉണ്ട്. തൃശ്ശൂർക്കാരുടെ മഹാത്മ്യം നമുക്കറിയാമല്ലോ. മിക്കവരും വ്യവസായികളാണ്. അതിൽ കേരളത്തിലെ അറിയപ്പെടുന്ന വ്യവസായികൾ എല്ലാവരും തൃശ്ശൂർക്കാർ തന്നെ എന്ന് പറയേണ്ടി വരും. കേരളം മുഴുവൻ ബ്രാഞ്ചും ഉണ്ട്. തൃശ്ശൂരാണ് അവരുടെ ജന്മസ്ഥലം. സോ തൃശ്ശൂരിന് അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. ഏത് കമ്പനിയുടെ മുതലാളി എടുത്തു കഴിഞ്ഞാലും അവരൊക്കെ അധികം പേരും തൃശ്ശൂർക്കാർ തന്നെയായിരിക്കും. ഒരു മേജർ ചങ്ക് ഓഫ് ദ ടീം, അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിവിടെ ഒരു ലൈബ്രറി ഉണ്ട്, ചിൽഡ്രൻസ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ. അവിടെ കുട്ടികൾക്ക് ബുക്ക് എടുക്കാം. അതിൻ്റെ ഒരു ഘടനയും അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ശിവൻ്റെ പ്രതിമ നമുക്ക് കാണാം. എന്തായാലും തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യം മുഴുവൻ കാണാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പരിസരത്തുള്ള ആ തെക്കുംകാട് മൈതാനം എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ളത്. അത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെയാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. തൃശ്ശൂർ പൂരം ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ല. പക്ഷേ ഈ ക്ഷേത്ര മൈതാനത്തിൽ നടക്കണ കാരണം അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത് മാത്രമേ ഞാൻ മനസ്സിലാക്കണം. ഇത് കാണുന്ന ഒരു ഫൗണ്ടനാണ് ഈ കാണുന്നത്. ആ ഫൗണ്ടൻ ഇന്ന് വെള്ളമടിച്ച് ഒരു പ്രത്യേക സമയത്തായിരിക്കും ഒരു ഫൗണ്ടൻ ഓണാക്കുക. ഇതൊക്കെ ഒരു ആന നിൽക്കുന്നത് കാണാം. ഇതിവിടെ നന്നാ ശരിക്കും കാണാൻ കുറേ ഉണ്ട്. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ പാർക്കൊന്നും ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പോൾ അത്ര മനോഹരമാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടവർ അതിനവർ അപ്രിസിയേഷൻ അർഹിക്കുന്നു ശരിക്കും. എല്ലാം കൂടെ കൂടി നമുക്ക് കേരളത്തിന് മൊത്തം അഭിമാനിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ്. എനിക്ക് മാത്രമല്ല മിക്കവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയായിരിക്കും. കാരണം പൂരപ്പറമ്പ്, പൂരം, വടക്കുന്നാഥ ക്ഷേത്രം എല്ലാം കൂടിയിട്ട് ഭയങ്കര രസമായിട്ടുള്ള ആൾക്കാരും മൊത്തത്തിൽ രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ആ ഒരു രസം ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വെറുതെ ഇവിടെ ഒരു ഉച്ചയ്ക്ക് വന്നു പോകാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ വന്നിട്ട് നമുക്ക് മനസ്സ് നിറയും.
പിന്നെ അത്ര എക്സ്പെൻസീവ് ആയ നഗരമൊന്നുമല്ല. എറണാകുളത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവാണ് എല്ലാം കൊണ്ടും. ദൂരെ കാണുന്നത് പാറമേക്കാവ് ക്ഷേത്രമാണ്. ഈ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ പൂരത്തിൻ്റെ ഒരു മേള നടക്കുന്നുണ്ട്. പൂരം കഴിഞ്ഞെങ്കിലും പൂരത്തിൻ്റെ മേള ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ടേക്ക് കയറാൻ ഒരു 40 രൂപയാണ് ടിക്കറ്റ്. ഇത് അതിൻ്റെ ഒരു എൻട്രൻസ് ഏരിയയാണ്. അത് നന്നാക്കിയിട്ടുണ്ട്. ഇതെനിക്ക് വേണമെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് ഇത് പൊളിച്ച് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് സ്ഥിരമായിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ല, ശരിക്കും അതിനെപ്പറ്റി തൊട്ട് അറിയില്ല. ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ സ്റ്റാളായിരിക്കും, അത് മാറ്റുമായിരിക്കും. അപ്പോൾ ഇത് ഒരു പെർമനൻ്റ് ആക്കി വെച്ച ഗ്രൗണ്ടായിരിക്കാം മിക്കവാറും അതിനായിട്ടുള്ളത്. കാരണം സ്ട്രക്ചറൊക്കെ ടെമ്പററി സ്ട്രക്ചർ അല്ല ഞാൻ കാണുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ഗോപുരവാതിൽ അവരെന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ കാരണം വർഷങ്ങൾ പഴക്കമുള്ള കാരണം അത് ഓഡിറ്റാകുമ്പോൾ എന്തായാലും കുറച്ച് പണികളൊക്കെ എപ്പോഴും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ പണിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് സ്കഫോൾഡിങ് ചെയ്ത് വെച്ചാണ് കാണാം. അപ്പോൾ അവിടെ എന്തെങ്കിലും പണി നടക്കുകയായിരിക്കാം. അപ്പോൾ അവരിങ്ങനെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം അതൊരു 20 ഏക്കർ ഏരിയയാണ്. ഇപ്പോൾ ഇതൊരു ആൽമരമാണ്. ഇതിൻ്റെ വേരുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്ര കൊല്ലം പഴക്കമുള്ളതെന്ന്. എന്തായാലും 10, 200, 300 വർഷം പഴക്കമുണ്ട് ആൽമരത്തിന്. അത്രത്തോളം വ്യാപ്തിയിൽ ഇതിൻ്റെ ശിഖരങ്ങൾ പോയിട്ടുണ്ട്. അതിൻ്റെ വേരുകൾ തന്നെ നമ്മുടെ ഒരു കെട്ടിടം പോലെ ആയിട്ടുണ്ട്. ഒരു 3-4 മീറ്റർ ഹൈറ്റിൽ കെട്ടിടം പോലെ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രായം നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എത്ര പേരെ കണ്ടിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. എന്നെ അടക്കം എത്രയോ പേരെ കണ്ടു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ മതിൽക്കെട്ടുകളാണ് കാണാനുള്ളത്. പഴയ മതിൽക്കെട്ടിലും പുതിയ മതിൽക്കെട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ റിനോവേഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു മതിൽക്കെട്ട് പോലും. അല്ലാണ്ട് ഇത്രയും കാലം പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈ പിണറായി വിജയൻ ഭരിച്ചിട്ട് എന്തൊക്കെ നേട്ടം ഉണ്ടായെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്റ്റോളിലേക്ക് ഒന്ന് കയറി കാണാം. കാശെന്തോരും മുടക്കി എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാമല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഭക്ഷണശാലയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഹോട്ടൽ പോലെയാണ്. അവിടെ 60 രൂപയുള്ള ഊണിന് ന്യായമായ ഊണാണ്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം AC ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ പറ്റി അപ്രിഷിയേഷൻ തന്നെ കൊടുക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ നന്നായിട്ട് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും അത് ജനങ്ങളുടെ വിധി തന്നെയാണ്. പക്ഷേ ആ ഭരണ നേട്ടങ്ങൾ തുറന്ന് കാണിച്ചില്ലെങ്കിൽ ഇതെങ്ങനെ മനസ്സിലാവും എന്നുള്ളതാണ് സത്യം. പിന്നെ പേപ്പർ തന്നെ പല രീതിയിലാണല്ലോ. പല രാഷ്ട്രീയക്കാർ പേപ്പറുകളാരും നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വേദി ഒരുക്കുന്നത് അഭിനന്ദനീയമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. അതുമല്ല, ഇത് സർക്കാർ ഒരുക്കിയ വേദി ഇത്ര നന്നായിട്ടൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് അപ്രിസിയേഷൻ ചെയ്തു പോകും. കാരണം നമ്മളിപ്പോൾ എറണാകുളത്ത് എത്രയോ എല്ലാ ആഴ്ചയും അവിടെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്റ്റാളിൻ്റെയൊക്കെ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ സർക്കാർ ഇതുപോലെ നല്ല ഗ്രാൻഡായിട്ട് ഒരുക്കിയെന്ന് പറയുമ്പോൾ അത് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യും. അത് ഫുൾ AC-യിൽ കേരളത്തിൽ പല സ്ഥലത്തായിട്ട് പല ജില്ലയിലുണ്ടെന്ന് തോന്നുന്നു. എല്ലാ ജില്ലയിലുണ്ടെന്ന് തോന്നുന്നു. കാരണം എറണാകുളത്ത് ഞാൻ പുറത്തേ കണ്ടുള്ളൂ. തൃശ്ശൂരത്തിൻ്റെ ഉള്ളിൽ കയറി കാണുകയാണ്. ഇത് പൂർണ്ണമായിട്ടും ശീതീകരിച്ച ഒരു വലിയ സ്റ്റാളാണ്. ഇതിൽ പല സംഭവങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറേ ചെറിയ സ്റ്റാളുകളുണ്ട്. തേൻ്റെ ഐറ്റം ഉണ്ട്, പിന്നെ ഭക്ഷണത്തിൻ്റെ ഉണ്ട്, പിന്നെ ഫർണിച്ചറിൻ്റെ അല്ല ചെറിയ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്. അത്യാവശ്യം വന്ന് കാണാനും കുറച്ച് ആളുകൾക്ക് വാങ്ങിക്കാനും പറ്റിയ സംഭവം തന്നെയാണ് ഇവിടെ. എല്ലാ സ്ഥലത്തും സ്റ്റാളുകളിൽ ഞാൻ കണ്ടില്ല. പക്ഷേ ഉള്ള സ്റ്റാളൊക്കെ നന്നായിട്ട് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായിട്ട് തന്നെ. ഇപ്പോൾ പ്രൈവറ്റ് പാർട്ടികൾ ഒരുക്കിയ സ്റ്റാളൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എഫിഷ്യൻ്റായിട്ട് അവർ ഒരുക്കി എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമായി പോയത്. അതുപോലെ അവിടെ ഇരിക്കുന്നവരൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഉത്തരവൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് നല്ല അപ്രിസിയേഷൻ അടിക്കുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഇത് സ്റ്റാളിൻ്റെ കാര്യം. പിന്നെ നമുക്ക് ഇവിടെ പുറത്തൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലിഞ്ഞിത്തറ മേള, അങ്ങനത്തെ മേളങ്ങളൊക്കെ തുടങ്ങിയത് ശക്തമ്പ്രാൻ്റെ കാലത്താണ്. ശക്തമ്പ്രാൻ ഇരിക്കുന്ന ഇലിഞ്ഞിത്തറയുടെ അടുത്തായിട്ടാണ് മേള ആരംഭിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ തൃശ്ശൂർ പൂരം ഓർഗനൈസ് ചെയ്തത് പോലും. അങ്ങനെ ആനകൾ വന്ന് കൂടണമെന്നും എല്ലാ കൊല്ലം ഇതൊക്കെ ചെയ്യണമെന്നും തുടങ്ങിയ ശക്തമ്പ്രാൻ്റെ കാലത്താണ്. 1787 ആണോ 97 ആണോ എന്നറിയില്ല. ആ സമയത്താണ് തുടങ്ങിയതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ ഒരു തിയേറ്റർ ഞാൻ കണ്ടു. ശരിക്കും ഒരു തിയേറ്റർ തന്നെ. അത് പൊതുജനങ്ങൾക്ക് കയറിയിരുന്ന് കാണാം. അതിലിപ്പോൾ പ്രത്യേകിച്ച് സിനിമയൊന്നും കാണിക്കുന്നില്ല. ഒരു തിയേറ്റർ ഒരുക്കുന്നേ ഉള്ളൂ. പിന്നെ സിനിമാ പ്രദർശനം ഉണ്ടാവുമായിരിക്കാം. ഒരു തിയേറ്റർ എങ്ങനെ ഒരുക്കാമെന്നുള്ള കാര്യം നന്നായിട്ട് കാണിച്ചില്ല. ഇതൊരു ഗവൺമെൻറ് സംരംഭം പറയുമ്പോഴാണ് എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്തത്. നന്നായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാളുകൾ ഇനിയും കുറേയൊക്കെ നിറയാനുണ്ടെന്ന് തോന്നുന്നു. കുറേയൊക്കെ ഒരു പണിയിലാണ്. ഇത് പണ്ടത്തെ ഒരു ബൈക്കാണ്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു വച്ചിരിക്കുന്നതാണ്. ഇതോടെ പൂരത്തിൻ്റെ ആ ഏരിയ നമ്മൾ കവർ ചെയ്തു. പിണറായിയുടെ എൻ്റെ കാരണം അദ്ദേഹം കവർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി തൃശ്ശൂർ കാണുന്ന പുത്തൻപള്ളി എന്നുള്ള തൃശ്ശൂർക്കാർ വികാരമാണ് ഈ പള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കണ്ട് എനിക്കും നല്ല ഇഷ്ടപ്പെട്ട പള്ളിയാണ്. അതിൻ്റെ പുറത്തെ സ്ട്രക്ചർ കാണാൻ തന്നെ നല്ല അപാര ഭംഗിയാണ്. പുത്തൻപള്ളിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രസിദ്ധമായ പഴയ ഒരു പള്ളിയാണ്. റോമൻ കാത്തലിക് പള്ളിയാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കയറി കാണാം.
ഈ പള്ളിയുടെ പുറത്ത് വെച്ച് തന്നെ പല ആൾക്കാരും ഷൂട്ടിങ്ങിനൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ നേരെ കാണാൻ നമുക്ക് അവർ ഒരു ക്യാമറയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലി തന്നെ. അവർ പള്ളി ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ട് അവർ പോസ് ചെയ്ത് നിൽക്കുന്നതാണ്. അത്രയ്ക്കുണ്ട് ഈ പള്ളി, കാണാൻ തന്നെ ഉണ്ട്. നമ്മൾ കേരളത്തിലൊരു പള്ളി എന്ന ലെവലിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആർക്കിടെക്ചറൊന്നും അല്ല ഇത്, ഒരു ഗോത്തിക് ആർക്കിടെക്ചർ പോലെയാണ് തോന്നുന്നത്. അത് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ചെയ്ത പള്ളിയാണെന്ന് ഓർക്കണം. ഇതിൻ്റെ ഉള്ളിലും അതിവിശാലമായ ഏരിയ ഉണ്ട്, കുറേ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ. ഇങ്ങനെ ഈ ഇപ്പം നമ്മൾ നേരിട്ട് കാണുന്ന പോലത്തല്ല, അതിൻ്റെ വലതുവശത്തും ഉണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അപാരമായ നല്ല രസമുള്ള ഒരു പള്ളിയാണിത്. ഞാൻ പറഞ്ഞത് കാഴ്ചയ്ക്ക്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാഴ്ചയ്ക്ക് നല്ല കൊത്തുപണിയും ഒക്കെ ചെയ്ത് വെച്ചിട്ട് പള്ളി ഇരുന്നാൽ തന്നെ കാണാൻ കുറേ സാധനമുണ്ട്. അപ്പോൾ ഇരിക്കാൻ ഇരിപ്പിടമുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ ഇങ്ങനെ കുറേ കമാനങ്ങൾ പോലത്തെ കാര്യങ്ങളൊക്കെ കാണാം. അത് വളരെ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തവന്മാരായിരുന്നു എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ സ്ഥലത്തും രൂപങ്ങളുണ്ട്. റോമൻ കത്തോലിക് പള്ളിയാണ്. റോമൻ കത്തോലിക് പള്ളിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് ബോറടിക്കില്ല, എന്തെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കാഴ്ചകൾ കുറേ ഉള്ള ഒരു പള്ളി ഇന്ന് കാണാൻ പറ്റി. ഇന്ന് കുർബാന കഴിഞ്ഞ സമയമാണ്. എല്ലാ സ്ഥലത്തും കുറേ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കുറേ പ്രതിമകളൊക്കെ വച്ചിട്ടുണ്ട്. അത് വലിയ പ്രതിമകളുണ്ട്, ചെറിയ പ്രതിമകളുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് കണ്ടാലും തീരാത്ത തരത്തിലാണ് ഈ പുത്തൻ പള്ളി എന്നറിയപ്പെടുന്ന ഈ പള്ളി തന്നെ നിൽക്കുന്നത്. സോ ഇത് ശരിക്കും ഒരു പുത്തൻ പള്ളിയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ കാലഘട്ടത്തും ഇത് പുത്തൻ പള്ളി തന്നെ ആയിരിക്കും. കാരണം എപ്പോൾ കണ്ടാലും ഇത് പുത്തൻ പള്ളിയായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനൊരു പേരങ്ങനെ കിട്ടിയത്. എന്തായാലും പേരിന് പറ്റിയ പള്ളി തന്നെയാണിത്. സോ ഞാൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീഡിയോ കണ്ടവർക്ക് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.